തന്നെ കാണിക്കുന്നത് സ്കോഡ് ലെവലിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിൽ സ്കോഡ് 4 മെമ്പേഴ്സുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന നമ്മുടെ ഉലഹനെയാണെങ്കിൽ അവരെ നോക്കി ചിരിക്കുകയാണ്. സോ ഇത് കണ്ടുടനെ തന്നെ ബാക്കിയുള്ളവർ ഞെട്ടിപ്പോവുകയാണ്. നമ്മളെ കൊല്ലാൻ വേണ്ടിയാടാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും പേരും പേടിച്ച് നമ്മുടെ ഉലഹനെ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് സാദോ, ഒറിഹിമി, ഇഷിത, അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഇച്ചിഗോന്റെ എല്ലാ ഫ്രണ്ട്സും കൂടെ ഹ്യൂമൻ വേൾഡിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആകുകയാണ്. സോ അവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. സോ ഇതേ തന്നെ നമ്മുടെ റൂക്കി ആണെങ്കിൽ കൊക്കാക്കു ഷിബുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. റൂക്കിയ നമ്മുടെ കൊക്കാക്കു ഷിബുവിനെ കണ്ടുടനെ തന്നെ അവളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളുടെ ചേട്ടനെ കൊന്നതിന് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ കാഴ്ച കണ്ടുടനെ തന്നെ നമ്മുടെ കൊക്കാക്കു ഷിബുവിന് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് നമ്മുടെ ഒറിഹിമയുടെ മൂക്കങ്ങ് ഇടിച്ചു പൊട്ടിക്കുകയാണ്. നീ എന്തിനാടി കരയുന്നത്? ഇത് മൊത്തം കാണിച്ചത് മറ്റേ ഉക്കിത്താക്കിയാണല്ലോ. നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ ക്ഷമിക്കുകയാണെന്നും അവൾ പറയുന്നുണ്ട്. തന്നെ നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ ഒറിഹിമയും റൂക്കിയുടെ അടുത്തേക്ക് വരികയാണ്. സോ റൂക്കിയുടെ അടുത്ത് വന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, നീ ഒരു കാര്യം മറന്നുപോയോ? നമുക്ക് ഹ്യൂമൻ വേൾഡിൽ തന്നെ പെട്ടെന്ന് തന്നെ പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വാ. ഇച്ചിഗോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഇത് കേട്ട് നീ വിഷമിക്കരുത്. ഞാൻ ജനിച്ചു വളർന്നതും അതുപോലെ തന്നെ ഞാൻ ജീവിക്കേണ്ട സ്ഥലവും ഈ സോൾ സൊസൈറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹ്യൂമൻ വേൾഡിലേക്ക് വരുന്നില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഹ്യൂമൻ വേൾഡിലേക്ക് പോകാൻ വേണ്ടി പോർട്ടൽ എടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെ കുട്ടക്കാട്ട വന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ എന്തോ ഒരു തരത്തിലുള്ള മിഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടക്കാട്ട പറയുകയാണ്, ഹേ ഇച്ചിഗോ, ഇനി നീ മുതൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോൾ റിപ്പർ അല്ല, അതിന് പകരം നിന്നെ ഒരു സോൾ റിപ്പറായിട്ട് സോൾ സൊസൈറ്റി അംഗീകരിച്ചിരിക്കുന്നെന്ന് പറയുന്നു. സോ അങ്ങനെ അവരെല്ലാവരും ഹ്യൂമൻ വേൾഡിലേക്ക് പോകുന്നു. കൂട്ടുകാരും പോയതുകൊണ്ട് തന്നെ സോൾ സൊസൈറ്റിയിലുള്ള മിക്ക ആൾക്കാരും വളരെയധികം വിഷമത്തിലാണ്. നമ്മുടെ സെറാക്കി വരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഇച്ചിഗോയിനെയും ഗാങ്ങിനെയും കാത്തിരുന്നുകൊണ്ട് തന്നെ ഉരഹരയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കണ്ടുകൊണ്ട് തന്നെ ഉരഹര തന്റെ തലയിലുള്ള തൊപ്പി ഒരു ഇച്ചിഗോനോട് ക്ഷമ ചോദിക്കുന്നു. സോ ഇത് കണ്ട ഇച്ചിഗോ ആണെങ്കിൽ അവനോടങ്ങ് ക്ഷമിക്കുകയാണ്. സോ ഇച്ചിഗോ എന്ത് മാന്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്നാലും ഉരഹര, നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് റൂക്കിനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? ഈ ലോകത്തിനെ രക്ഷിക്കാനാണെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. സോ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹ്യൂമൻ വേൾഡിലേക്ക് വന്ന നമ്മുടെ ഇച്ചിഗോ കുറോസാക്കി ക്ലിനിക്ക് കണ്ടിട്ട് ഒരുപാടധികം സന്തോഷം വരുന്നു. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ പണ്ടത്തേനെ പോലെ തന്നെ ഒരു നോർമൽ ലൈഫും കൊണ്ട് പോവുകയാണ്. നമ്മുടെ റൂക്കി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ വിഷമിക്കുന്നുണ്ട്. സോ ഹ്യൂമൻ വേൾഡിലേക്ക് വന്ന നമ്മുടെ ഇച്ചിഗോന്റെ അച്ഛനുണ്ടല്ലോ, ഇച്ചിഗോന്റെ അച്ഛൻ ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിഗോന്റെ അച്ഛൻ്റെ എല്ലാ ദിവസത്തെയും കലാപരിപാടികളുണ്ട്. സോ ഇച്ചിഗോന്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഒരു ഇച്ചിഗോ ഒരെണ്ണം കൊടുക്കുന്നുമുണ്ട്. സ്കൂളിൽ പോവുകയാണ് നമ്മുടെ ഇച്ചിഗോ. സ്കൂളിൽ പോയപ്പോൾ അവിടെയുള്ള കൂട്ടുകാരൊക്കെ ഇച്ചിഗോനോട് ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഡ്വഞ്ചർ എന്നൊക്കെ ചോദിക്കുന്നു. സോ അങ്ങനെ അവരോട് എല്ലാവരോടും ഓരോ ആൾക്കാരെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കുന്ന സമയത്ത് റൂക്കി ഇരിക്കുന്ന സ്ഥലം അവിടെ ഒഴിവായിട്ട് കിടക്കുന്നു. ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരുപാടധികം വിഷമം വരുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ ഇച്ചിഗോ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ റെഞ്ചി വെളിയിൽ നിൽപ്പുണ്ട്. സോ ഈ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ക്ലാസ് കട്ട് ചെയ്ത് നമ്മുടെ ഇച്ചിഗോ താഴെ വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ റെഞ്ചി ഇരിപ്പുണ്ട്. സോ നമ്മുടെ റെഞ്ചി പറയുകയാണ്, ഇവിടെ റൂക്കിയല്ല നോക്കിക്കൊണ്ടിരുന്നത്, റൂക്കിക്ക് പകരം ഇപ്പൊ ഞാനാണ് ഈ കാർക്കുറ സിറ്റി നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് പറഞ്ഞു. സോ അവർ രണ്ടുപേരും അടിയുണ്ടാക്കാൻ പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ അവർക്കൊരു ഹോളോ ഇവിടെ അടുത്ത് വന്നതായിട്ട് മനസ്സിലാകുന്നു. സോ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ സോൾ റിപ്പർ ഫോമിലേക്ക് മാറുകയാണ്. അവരുടെ സ്കൂൾ ലക്ഷ്യമാക്കിയാണ് ആ ഹോളോ വരുന്നത്. ഒർഹിമയും അതുപോലെ തന്നെ ഇഷിതയും ഈ കാര്യം സെൻസ് ചെയ്യുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ ക്ലാസ് ഡിസ്ട്രോയ് ചെയ്യാമെന്ന ആ ഹോളോനെ നമ്മുടെ ഇച്ചിഗോ വന്നിട്ട് എടുത്തിട്ട് പെരുമാറുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉരഹര ഷോപ്പിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെഞ്ചി അബ്രായിനെയാണ്. സോ നമ്മുടെ റെഞ്ചി കാർക്കുറ സിറ്റിയിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എങ്ങനെയാണ് താമസിക്കേണ്ടത്, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. സോ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ആരുമില്ലാത്ത ഒരു ബിൽഡിങ്ങിൽ ഇരുന്ന് നമ്മുടെ ഒർഹിമി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയിൽ വെച്ച് നമ്മുടെ ഒർഹിമിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം ഒർഹിമി വളരെയധികം വീക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒർഹിമി ട്രെയിനിങ് ചെയ്യുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് വന്ന നമ്മുടെ സാദോ, നീ ഇത്രയധികം പുഷ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, നീ ഒരുപാടധികം പവർഫുൾ ആണ്. തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ നമ്മുടെ കോണും കൂടെ വലിയ അടിയാണ്. നീ പോയ സമയത്ത് ഇവരെല്ലാവരും കൂടെ എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി കണ്ടോ, എന്ത് ക്യൂട്ടായിട്ടിരുന്ന ഞാനാ ഇപ്പൊ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ചിഗോന്റെ അടുത്ത് വന്നിട്ട് കോൺ നല്ല രീതിയിൽ തന്നെ അലക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒർഹിമിനെയാണ്. എന്നാൽ നമ്മുടെ ഒർഹിമിക്ക് അത് സാധിക്കുന്നില്ല. ഒർഹിമി തൻ്റെ ചേട്ടനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കഥകൊക്കെ തുറന്നു നോക്കുന്ന സമയത്താണ് കാണുന്നത് തൻ്റെ ചേട്ടൻ തൻ്റെ മുന്നിലിരിക്കുന്നു. സോ ഇത് നമ്മുടെ ഒർഹിമിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാലും നമ്മുടെ ഒർഹിമയാണെങ്കിൽ തൻ്റെ ചേട്ടനെ അകത്തേക്ക് വിളിച്ചിട്ട് ചായയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാടധികം സമയം സംസാരിക്കുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ അവൻ്റെ ചേട്ടൻ പോകാൻ നേരത്ത് ഒർഹിമിനോട് ചോദിക്കുന്നു, ഒർഹിമി, നീ
നീയും എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കൈ നീട്ടുകയാണ്. സോ ഇത് കണ്ട ഒറിഹിമി അവളുടെ കൈയും കൊടുക്കുന്നു. അന്നേരം തന്നെ നമ്മുടെ ഒറിഹിമിൻ്റെ വീടിൻ്റെ അവിടെ ആണെങ്കിൽ എന്തോ ഒരു പോർട്ടൽ പോലത്തെ ഒരു ഡോർ അവിടെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രഷർ സെൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയും അതുപോലെ ബാക്കിയുള്ളവരും അവിടെ വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഒറിഹിമിനെ ആരോ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. സോ നമ്മുടെ ഇച്ചിഗോയ്ക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഇച്ചിഗോ അവിടെ കിടന്ന് ഒറിഹിമി എന്ന് പറഞ്ഞ് കിടന്ന് അലയ്ക്കുന്നുണ്ട്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 4ൻ്റെ അകത്തിലെ എപ്പിസോഡ് നമ്പർ 64 അതുപോലെ തന്നെ 63 അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. സോ അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോ വളരെയധികം ഷോർട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അവസാനത്തെ എപ്പിസോഡ് ഫില്ലറാണ്. അതുപോലെ തന്നെ ആദ്യത്തെ എപ്പിസോഡ് ഫില്ലറാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുമാത്രമല്ല, ആദ്യത്തെ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴത്തേന് തന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കുറവായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ വേൾഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു എപ്പിസോഡ് ഫില്ലറും കൂടെ ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ വിൻ ബ്രേക്കറിൻ്റെ എപ്പിസോഡ് വരുന്നുണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തുവാണേലും ഇപ്പം തന്നെ 12 മണിയായെന്ന് തോന്നുന്നു. സോ എന്തുവാണേലും ഞാൻ ഈ രാത്രിക്ക് തന്നെ വിൻ ബ്രേക്കറിൻ്റെ സീസൺ 2ൻ്റെ 2ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. രാവിലെ എഴുന്നേറ്റിട്ട് കണ്ടാലും മതി. നിങ്ങൾ വെറുതെ ഉറക്കമൊന്നും കളഞ്ഞ് കാണുകയൊന്നും വേണ്ട. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. ഫില്ലർ എപ്പിസോഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. സോ ഇനിയും നമ്മൾ ചാടാൻ വേണ്ടി പോകുന്നത് 1111ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. സോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.